നമസ്കാരം. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് പ്രത്യേക അന്വേഷണം സംഘം നടത്തുന്ന റെയ്ഡുകളും മറ്റും ഇപ്പോഴും തുടരുകയാണ്. അതിനിടയിലാണ് ഇപ്പോൾ പുതിയൊരു ട്വിസ്റ്റ് ഉണ്ടായിരിക്കുന്നത്. ഈ കേസിൽ പരാമർശിക്കപ്പെട്ട ഡി മണി എന്ന ഡിണ്ടിഗൽ സ്വദേശിയായ ബാലമുരുകൻ ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നത് തനിക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അറിയില്ല എന്നാണ്. തനിക്ക് കേരളത്തിൽ ഒരു തരത്തിലുള്ള ബിസിനസ് ബന്ധങ്ങൾ ഇല്ല എന്നും ഈ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് തനിക്ക് ഒരു തരത്തിലുള്ള ബന്ധവും ഇല്ല എന്നാണ് ഈ ഡി മണി വെളിപ്പെടുത്തിയതെന്നാണ് ഏഷ്യാനെറ്റ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത. പിന്നെ ആരാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത്? പ്രത്യേക അന്വേഷണ സംഘം ഇന്ന് ഡി മണിയുടെ വീട്ടിലും അയാളുടെ സ്ഥാപനങ്ങളിലൊക്കെ തന്നെ റെയ്ഡ് നടത്തുകയാണ്. അവിടെ എന്തെങ്കിലും തെളിവുകൾ ഇത് സംബന്ധിച്ച് ലഭിച്ചോ എന്നുള്ള കാര്യത്തെക്കുറിച്ച് ഇനിയും വ്യക്തതയില്ല. കാരണം ഇതുമായി ബന്ധപ്പെട്ട് ഡി മണിയുടെ പേര് പുറത്തുനിന്ന് എത്രയോ ദിവസങ്ങൾ കഴിഞ്ഞാണ് പ്രത്യേക അന്വേഷണ സംഘം ഇയാളുടെ വീടും സ്ഥാപനങ്ങളൊക്കെ തന്നെ റെയ്ഡ് ചെയ്യാൻ എത്തുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ അങ്ങനെ എന്തെങ്കിലും തെളിവുകൾ അവശേഷിച്ചിട്ടുണ്ടെങ്കിൽ അത് ഇതിനകം തന്നെ അവർക്ക് നീക്കം ചെയ്യാനുള്ള സമയം യഥേഷ്ടം ലഭിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യത്തിലും യാതൊരു തർക്കവുമില്ല. പ്രത്യേക അന്വേഷണ സംഘം ശരിക്കും ഇനി ഇക്കാര്യത്തിൽ ഇരുട്ടിൽ തപ്പേണ്ട അവസ്ഥ വരുമോ എന്നാണ് നമ്മൾ സ്വാഭാവികമായും സംശയിക്കേണ്ടത്. കാരണം ഈ കേസിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കണ്ണിയാണ് ഈ ഡി മണി എന്നാണ് മുൻ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല വഴി അന്വേഷണ സംഘത്തിന് മുന്നിലെത്തിയ ഗൾഫിലെ വ്യവസായി വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഇയാൾ അറിയാതെ യാതൊരു തരത്തിലുമുള്ള ഈ സ്വർണ്ണ കച്ചവടം നടക്കുകയില്ല എന്ന് തന്നെയാണ് പ്രവാസി വ്യവസായി വെളിപ്പെടുത്തിയിട്ടുള്ളത്. മാത്രമല്ല ഈ ഡി മണി തിരുവനന്തപുരത്ത് വന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റിയും ദേവസ്വം ഭരണത്തിലെ ഉന്നതരുമായി കൂടിക്കാഴ്ച നടത്തിയെന്നും അവിടെ വെച്ച് പണം കൈമാറിയെന്നുമൊക്കെയാണ് നേരത്തെ പുറത്തു വന്നിരുന്ന വാർത്ത. എന്നാൽ ഇപ്പോൾ മണിയാകട്ടെ ഇതെല്ലാം തന്നെ നിഷേധിക്കണം. ഒരുപക്ഷേ ഈ മണിയെ കസ്റ്റഡിയിലെടുത്ത് വിശദമായി ചോദ്യം ചെയ്താൽ അല്ലെങ്കിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഒപ്പമെടുത്ത് ചോദ്യം ചെയ്താൽ ഇത് സംബന്ധിച്ച കൂടുതൽ വിശദാംശങ്ങൾ അറിയാൻ കഴിയുമെന്നുള്ള കാര്യം ഉറപ്പാണ്. സാധാരണഗതിയിൽ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കപ്പെടുമ്പോഴൊക്കെ തന്നെ പലരും പറയാറുള്ളത് എനിക്ക് ഇതുമായി ബന്ധമില്ല എന്ന് തന്നെയാണ്. അതുകൊണ്ട് പ്രവാസി വ്യവസായി കേരള പോലീസിനെ പരിചയപ്പെടുത്തിയ കേരളത്തിന് മുൻ ആഭ്യന്തരമന്ത്രി കൂടിയായ രമേശ് ചെന്നിത്തലയെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ നിർണായകമായ ഒരു കാര്യമാണ്. കാരണം അദ്ദേഹം വളരെ ഉത്തരവാദിത്ത ബോധത്തോട് തന്നെയാണ് ഈ കാര്യം പോലീസിനെ അറിയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ അടുത്ത ഘട്ടത്തിൽ ഈ ഡി മണിയെ കസ്റ്റഡിയിലെടുത്ത് പോലീസ് പ്രത്യേക അന്വേഷണ സംഘം വിശദമായി ചോദ്യം ചെയ്താൽ ഇതിനെ സംബന്ധിച്ചുള്ള എല്ലാ കാര്യങ്ങളും അറിയാൻ കഴിയും എന്നുള്ള കാര്യം തീർച്ചയാണ്. മാത്രവുമല്ല ഇന്ന് പോലീസിന് മുന്നിൽ ഹാജരാകാൻ മുൻ ദേവസ്വം ബോർഡ് അംഗങ്ങളായ കെ പി ശങ്കരദാസിനോടും എൻ വിജയകുമാറിനോടും ആവശ്യപ്പെട്ടിരുന്നെങ്കിൽ അവർ ഇന്ന് ഹാജരായിരുന്നില്ല. മാത്രമല്ല കെ പി ശങ്കരദാസ് സുപ്രീം കോടതി ഇതുമായി ബന്ധപ്പെട്ട ഹർജി സമർപ്പിച്ചിരിക്കുകയാണ്. ഒരുപക്ഷെ സുപ്രീം കോടതി വിധി വരുന്നത് വരെ ഇവർ ചോദ്യം ചെയ്യലിനെത്താൻ സാധ്യതയില്ല എന്നാണ് പറയപ്പെടുന്നത്. കേരള പോലീസിലെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥൻ്റെ പിതാവ് കൂടിയാണ് കെ പി ശങ്കരദാസ് എന്നുള്ളതും കേരള പോലീസിനെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമായൊരു കാര്യമാണ്. എന്നാൽ ഇപ്പോഴും സ്വർണ്ണക്കടത്ത് സംബന്ധിച്ച അന്വേഷണം എവിടെയും എത്താതെ തന്നെയാണ് തുടരുന്നത്. ഹൈക്കോടതി കഴിഞ്ഞ ആഴ്ച വളരെ കർശനമായ രീതിയിലുള്ള നിർദ്ദേശം ശരിക്കും വിമർശനം തന്നെ നടത്തിയ പശ്ചാത്തലത്തിലാണ് വളരെ പെട്ടെന്ന് തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് വരെ തണുത്തിരുന്ന ഈ സ്വർണ്ണക്കടത്ത് അന്വേഷിക്കുന്ന പ്രത്യേക അന്വേഷണ സംഘം അന്വേഷണം വീണ്ടും ഊർജിതമാക്കിയത്. പക്ഷേ പിന്നീട് അങ്ങോട്ട് ഉന്നതന്മാരിലേക്ക് അന്വേഷണം ഇപ്പോഴും എത്തിയിട്ടില്ല എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല ഇപ്പോൾ ഡി മണിയിലേക്ക് അന്വേഷണം നീളുമ്പോൾ കേരളത്തിലുള്ള മറ്റ് ഉന്നതരായ രാഷ്ട്രീയ നേതാക്കളും മറ്റ് പ്രമുഖരായ ഉദ്യോഗസ്ഥരുമൊക്കെ തന്നെ നിലവിൽ അവർ സുരക്ഷിതരായിരിക്കുന്നതായിട്ട് നമുക്ക് കാണുന്നത്. കാരണം കുറേ ദിവസം ഇനി മണിയുടെ പുറകെ ആയിരിക്കും അന്വേഷണ സംഘം എന്ന് നമുക്കറിയാം. മണി ഏതായാലും ഇത് പരസ്യമായി നിഷേധിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ മണിയുമായി ബന്ധപ്പെട്ട് തന്നെയായിരിക്കും കൂടുതൽ അന്വേഷണം നടക്കുക. അപ്പോൾ ഇത്തരം സന്ദർഭങ്ങളിലൊക്കെ തന്നെ കേരള പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഈ ഉന്നതരെ ചോദ്യം ചെയ്യലിൽ നിന്ന് അവർക്ക് വിട്ടു നിൽക്കാൻ സാധിക്കുമെന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ഇവിടെ നമ്മൾ ഓർക്കേണ്ടുന്ന ഒരു വസ്തുത, ഒന്നാം പിണറായി മന്ത്രിസഭയിൽ ഈ പ്രശ്നങ്ങളൊക്കെ നടക്കുമ്പോൾ ദേവസ്വം മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രനെ ഇനിയും പോലീസ് ചോദ്യം ചെയ്തിട്ടില്ല. മാത്രമല്ല കഴിഞ്ഞ ആഴ്ച കോടതി വെച്ചൊരു പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. ദേവസ്വം ബോർഡ് പ്രസിഡൻ്റായ എ പത്മകുമാറിനെ നിങ്ങൾ കേസിൽ പ്രതിയാക്കിയപ്പോൾ എന്തുകൊണ്ടാണ് ദേവസ്വം ബോർഡ് അംഗങ്ങളായ കെ പി ശങ്കരദാസിനെയും എൻ വിജയകുമാറിനെയും പ്രതികളാക്കാത്തത് എന്ന്. ഈ കേസിലെ ബമ്പർ സ്രാവുകളെ പിടികൂടണമെന്ന് തന്നെയാണ് അന്ന് ഹൈക്കോടതി ആവശ്യപ്പെട്ടിരുന്നത്. ഇത് വളരെ കർശനമായ നിർദ്ദേശം തന്നെയാണ് കോടതി നൽകിയത്. ഒരുപക്ഷേ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് വരെ സംസ്ഥാന സർക്കാർ പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ മേലൊരു നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നുവെങ്കിൽ ഇനി അന്വേഷണ സംഘത്തിന് അത്തരത്തിലുള്ള നിയന്ത്രണത്തിൽ ഒതുങ്ങി നിൽക്കാൻ കഴിയുകയില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. കാരണം ഇത് വലിയൊരു പ്രതിസന്ധിയിലേക്ക് അവരെ കൊണ്ട് എത്തിക്കുമെന്നുള്ളത് അന്വേഷണ സംഘത്തിനും അറിയാം. കാരണം ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിലാണ് അല്ലെങ്കിൽ ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലാണ് ഈ അന്വേഷണം മുഴുവൻ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഹൈക്കോടതി ഇക്കാര്യത്തിൽ ഇനിയും കർശന നിലപാട് സ്വീകരിക്കുന്നത് തങ്ങൾക്ക് വിനയായി മാറുമെന്നും ഹൈക്കോടതി വളരെ ശക്തമായ രീതിയിൽ അടുത്ത തവണ വീണ്ടും വിമർശനം നടത്തിയാൽ അതിന് കേരളത്തിലെ ജനങ്ങളോടും കോടതിയോടൊക്കെ തന്നെ ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാർ അല്ലെങ്കിൽ പ്രത്യേക അന്വേഷണ സംഘം ഉത്തരം പറയേണ്ടി വരും എന്നുള്ളതും ഉറപ്പാണ്. ഏതായാലും ഡി മണിയുടെ ഈ വെളിപ്പെടുത്തൽ ഒരു വലിയ ട്വിസ്റ്റ് തന്നെയാണ് ഇപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതിനി എങ്ങോട്ടൊക്കെ ആയിരിക്കും ഈ അന്വേഷണം വഴിമാറി പോവുക എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഒരുപക്ഷെ തനിക്ക് ബന്ധമില്ല എന്ന് പറഞ്ഞതിലൂടെ അന്വേഷണം വഴിതെറ്റിക്കാനാണോ ഈ ഡി മണി ശ്രമിക്കുന്നത് എന്ന് സ്വാഭാവികമായും നമ്മൾ സംശയിക്കേണ്ടി വരും. കാരണം ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി വളരെ അടുത്ത ബന്ധമാണ് ഇയാൾക്കുണ്ടായിരുന്നത് എന്നും
തമിഴ്നാട് മുൻ മുഖ്യമന്ത്രി ജയലളിതയുമായി വലിയ അടുത്ത ബന്ധമുള്ള സംഘങ്ങളാണ് ഇവർ എന്നും അന്താരാഷ്ട്ര തലത്തിൽ തന്നെ വലിയ തോതിൽ ഇത്തരം വിഗ്രഹങ്ങളും മറ്റും കടത്ത് നടത്തുന്ന വലിയൊരു മാഫിയ സംഘത്തിലെ അംഗങ്ങളാണ് ഇവരൊക്കെ എന്നാണ് നേരത്തെ വാർത്തകൾ പുറത്തു വന്നിരുന്നത്. ഇനി ഇക്കാര്യം ശരിയാണോ എന്ന് തെളിയിക്കാനായി ഒരുപക്ഷെ ഇപ്പോൾ തമിഴ്നാട് പോലീസിൻ്റെ സഹായമാണെങ്കിലും കേരള സർക്കാരിന് തേടാവുന്നുള്ളതേ ഉള്ളൂ. കാരണം ജയലളിതയുടെ വിശ്വസ്തരായിരുന്നു എന്ന് പറയുമ്പോൾ ഇപ്പോൾ തമിഴ്നാട് ഭരിക്കുന്നത് DMK ആണ്. തമിഴ്നാട്ടിലെ പോലീസിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വളരെ പെട്ടെന്ന് തന്നെ ഇയാളുടെ പശ്ചാത്തലവും ഇയാൾക്ക് ഇത്തരത്തിലുള്ള ഏതെങ്കിലും സ്വർണ്ണക്കടത്തുമായി അതല്ലെങ്കിൽ വിഗ്രഹക്കടത്തുമായി ബന്ധമുണ്ടോ എന്നുള്ള കാര്യം അറിയാനോ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. കേരളം ഭരിക്കുന്ന ഇടതുമുന്നണിയും തമിഴ്നാട് ഭരിക്കുന്ന DMK ഒക്കെ തന്നെ വളരെ നല്ല വ്യക്തിബന്ധവും അടുപ്പവും തന്നെയാണുള്ളത്. അതുകൊണ്ട് വളരെ നിസ്സാരമായ ആർക്കത് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമാണ്. പക്ഷേ എന്തുകൊണ്ട് ഇപ്പോഴും അന്വേഷണം നീണ്ടുപോകുന്നു? ഇത് സംബന്ധിച്ച് ദിവസങ്ങളോളം ഈ ഓരോ ഭാഗത്തേക്കും അന്വേഷണം നീളുകയും ഉന്നതന്മാരെ ചോദ്യം ചെയ്യലിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയും ചെയ്യുന്നത് പ്രത്യേക അന്വേഷണ സംഘം എന്തുകൊണ്ടാണ് എന്നുള്ള കാര്യം ഇനിയും വ്യക്തമല്ല. ഏതായാലും ഇതിൽ വലിയൊരു ട്വിസ്റ്റ് ഇനി വരായിരിക്കുന്നത് CBI ഇക്കാര്യം അന്വേഷിക്കാൻ തയ്യാറാണെന്ന് നേരത്തെ ഹൈക്കോടതിയെ അറിയിച്ചിട്ടുണ്ട്. ED അന്വേഷണം വരുന്നുണ്ട്. ഇവയെല്ലാം കൂടി ഒന്നിക്കുമ്പോൾ കേരളത്തിലെ ഇടതുമുന്നണി സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു പ്രശ്നമായി മാറും. അതുതന്നെയായിരിക്കാം ഒരുപക്ഷെ പ്രത്യേക അന്വേഷണ സംഘത്തിന്മേൽ കേരള സർക്കാർ ഇപ്പോഴും ഇത്തരത്തിലുള്ള ഒരു നിയന്ത്രണം തുടരുന്നതും അന്വേഷണം വളരെ ഒച്ചെഴുന്ന വേഗത്തിൽ മെല്ലെ പോക്കിലേക്ക് മാറുന്നതും എന്നുള്ള കാര്യം ഉറപ്പാണ്. ഏതായാലും ഡി മണിയുടെ ഈ ഒരു ട്വിസ്റ്റ് ഈ കേസ് അന്വേഷണത്തെ എങ്ങനെയൊക്കെ ബാധിക്കും എന്നുള്ള കാര്യം ഇനി നമുക്ക് കാത്തിരുന്ന് കാണേണ്ടി വരും.